കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി സാദര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകോ മംഗളമന്ദസ്മിതം തൂകൂ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി നാദാത്മികേ മൂകാംബികേ ആദിപരാശക്തി നാദാത്മികേ ദേവി മൂകാംബികേ ആദിപരാശക്തി അഴലിന്റെ ഇരുൾ വന്നു മൂടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ ജീവനിൽ സൂര്യോദയം തീർക്കൂ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി പഠിക്കുന്ന കാര്യത്തിലായാലും ജോലി ചെയ്യുന്ന ആൾക്കാർ അവരവരുടെ കർമ്മമേഖലയിൽ ഊർജ്ജസ്വലത അത് കൈവരിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഘട്ടം. അപ്പോൾ ആദ്യം തമോ ഗുണത്തിൽ നിന്ന് നമ്മൾ ഉണർന്ന് രജോ ഗുണത്തിലേക്ക് വരികയും പിന്നെ ആ ഊർജ്ജസ്വലതയെ നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ചാനലൈസ് ചെയ്തിട്ട് അറിവാകുന്ന വെളിച്ചം കൊണ്ട് ചാനലൈസ് ചെയ്ത് അതിലും ഉയരത്തിലേക്ക് സ്വാർത്ഥതയില്ലാതെ നല്ല നല്ല ഗുണങ്ങളും ഒരു നവരാത്രി കൂടി വന്നെത്തി. ഇനിയുള്ള നാളുകളിൽ മാതൃരൂപിയായ ജഗദീശ്വരിയെ നവരാത്രി ദിനങ്ങളിൽ 9 ഭാവങ്ങളിൽ ആരാധിക്കുന്നു. ഈ ദേവീ രൂപങ്ങൾ നവദുർഗമാർ എന്നറിയപ്പെടുന്നു. നവരാത്രി 1-ാം ദിവസം മഹാശൈലപുത്രി ദേവിയാണ് ഈ രൂപം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നവരാത്രിയുടെ 1-ാം ദിവസത്തിൽ ദേവി പൂജയ്ക്ക് ജപിക്കേണ്ട മന്ത്രം വന്ദേ വാക്ഷിത ലാഭായ ചന്ദാധാകൃത ശേഖരാം വൃഷാരൂഢാം ശൂലധാരീം ശൈലപുത്രിയും യശസ്വിനി. ഈ മന്ത്രം ഭക്തിപൂർവം ശൈലപുത്രിയായ ദേവിയെ സങ്കല്പിച്ചു ജപിക്കുക. സർവ അഭീഷ്ടങ്ങളും സാധിക്കും. നവദുർഗമാരിൽ 1-ാമത്തെ ദുർഗയാണ് ശൈലപുത്രി. നവരാത്രി ആദ്യ ദിനം ആരാധിക്കുന്നത് ദേവി ശൈലപുത്രിയാണ്. സതി, ഭവാനി, പാർവതി, ഹേമവതി എന്നീ നാമങ്ങൾ ശൈലപുത്രിയുടേതാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി. നന്ദിയാണ് ശൈലപുത്രി ദേവിയുടെ വാഹനം. ദേവിയുടെ ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ കമലപുഷ്പവും കാണപ്പെടുന്നു. ഹിമവാന്റെ മകൾ എന്ന് ശൈലപുത്രി എന്ന വാക്കിനർത്ഥം. ശൈലം പർവ്വതം, ഹിമാലയം. പർവ്വത രാജാവ് ഹിമവാന്റെയും മേനാദേവിയുടെ മകളായാണ് ശക്തി 2ാമതായി അവതരിച്ചത്. പർവ്വത രാജാവിന്റെ മകളായതിനാൽ ദേവി പാർവതി എന്നും ഹിമാലയത്തിന്റെ മകളായതിനാൽ ശൈലപുത്രി എന്നും ദേവി അറിയപ്പെടുന്നു. പൂർവ്വജന്മത്തിൽ ദക്ഷന്റെ പുത്രിയായി സതിയായിട്ടായിരുന്നു ശൈലപുത്രി അവതരിച്ചത്. ഹരിയും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷവും പതിവ് പോലെ ചെങ്ങന്നൂർ ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ബൊമ്മക്കൊലു ഒരുക്കി. 3, 5, 7, 9, 11 ഇങ്ങനെ പല പടികളിലായാണ് ബൊമ്മകൾ വയ്ക്കാറുള്ളത്. തമിഴ്, കർണാടക, ആന്ധ്ര, കേരള എന്നീ സംസ്ഥാനങ്ങളിലും ബൊമ്മകൾ വയ്ക്കുന്നുണ്ട്. എല്ലാത്തിനും ഈശ്വര ചൈതന്യം ഉണ്ടെന്ന വിശ്വാസം ബൊമ്മകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബൊമ്മക്കൊലുവിൽ സാധാരണയായി ദൈവങ്ങളുടെ രൂപം മാത്രമല്ല വെക്കാറുള്ളത്. സാമൂഹ്യപരമായ ചടങ്ങുകളുടെയും പുരാണ കഥകളുടെയും സാംസ്കാരിക അവബോധം ഉളവാക്കുന്ന ബൊമ്മകൾ വെക്കാറുണ്ട്. പാരമ്പര്യ സംസ്കാരം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ ഇത് സഹായിക്കുന്നു. സകല ചരാചരങ്ങളിലും ഈശ്വരൻ ഉണ്ടെന്ന ബോധം ബൊമ്മക്കൊലുവിലൂടെ നാം തിരിച്ചറിയുന്നു. ഇതുമൂലം പുതുതലമുറയ്ക്ക് കുടുംബം, സമൂഹം, ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയിൽ ആഴത്തിലുള്ള അറിവ് ലഭിക്കുവാൻ സഹായിക്കും.
sweet